സ്പോട്ട് ദ എറർ എന്നുള്ള ഈ സെക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് പാർട്ടുകൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ സ്പോട്ട് ദ എറേഴ്സിൽ സം പോയിന്റ്സ് ടു റിമെമ്പർ അതാണ് ഇതിൽ പറയാൻ പോകുന്നത്. സ്പോട്ട് ദ എറേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിലെ കുറച്ച് ടോപ്പിക്സിനൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് അതിൽ വരുന്നത്. ആ അറിവ് നിങ്ങൾക്ക് വേണം. ചെക്ക് ദ വെർബ്. ഫസ്റ്റ് എന്താ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്? ടു റിമെമ്പർ, യു ഹാവ് ടു റിമെമ്പർ ദിസ് പോയിന്റ്. ചെക്ക് ദ വെർബ്. എന്തിനാ വെർബിന് ചെക്ക് ചെയ്യാൻ പറയുന്നത്? 60% ഓഫ് ദ എറർ ആർ കമ്മിങ് ഇൻ ദാറ്റ് വെർബ് സെക്ഷൻ. സ്പോട്ട് ദ എററിൽ വെർബ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. കാരണം സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. വെർബിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആർ ദേ ഫോളോയിങ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം എന്നുള്ള റൂൾ അവർ തമ്മിലുണ്ട്, സബ്ജക്ട് ആൻഡ് വെർബ്. അത് ബേസ് ചെയ്തുകൊണ്ട് ചെക്ക് ദ വെർബ് കറക്റ്റ്ലി. വെർബും സബ്ജക്റ്റും മാച്ച് ആകുന്നുണ്ടോ. സെക്കൻഡ്, ടു ചെക്ക് പ്രിപ്പോസിഷൻ ആൻഡ് ആർട്ടിക്കിൾസ്. പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ചെക്ക് ചെയ്യുക. ആർ ദേ യൂസ്ഡ് കറക്റ്റ്ലി? കറക്റ്റ് ആയിട്ട് തന്നെയാണോ അവയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്? പ്രിപ്പോസിഷനിൽ വളരെ പ്രധാനപ്പെട്ട പലതും ഉണ്ട്. ഈ ഇൻ, അറ്റ്, ഓൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീഡിയോയിലും കുറച്ചൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിലും കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് വേറെ എന്ത് സോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇതാണ് പ്രധാനം. പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും നോക്കണം, കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ. ചെക്ക് കൺജങ്ഷൻസ് ആൻഡ് പ്രോനൗൺ. കൺജങ്ഷൻസും പ്രോനൗണും അത് കറക്റ്റ് ആയിട്ട് പെയർ ആകുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്കറിയാം കൺജങ്ഷനിലൊക്കെ നെയ്തർ, നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, എയ്തർ, ഓർ, അതൊക്കെ എയ്തർ അതിന്റെ ഓർ തന്നെയാണോ അതോ നോർ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതൊക്കെ ഉള്ള അറിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഈ ഒരു 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് 3 സെക്കൻഡ് സ്കാൻ എന്നൊക്കെ പറയുന്ന ഈ 3 പോയിന്റുകൾ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. സ്പോട്ട് ദ എറർ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസുകളിൽ ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അത് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണം, മാർക്ക് ചെയ്യണം. ടൈം മാനേജ്മെന്റ് നീറ്റായിട്ട് അത് കടന്നു പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നേ വേണം. ദ നോ എറർ ട്രാപ്പ്. ഇനി നോ എറർ ട്രാപ്പ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്പോട്ട് ദ എറർ ഏത് ക്വസ്റ്റ്യനിലും അതിൽ നോ എറർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആണ്, സബ്ജക്റ്റ് വെർബ് ഫോളോ ചെയ്തിട്ടുണ്ട്, പ്രിപ്പോസിഷൻ കറക്റ്റ് ആണ്, കൺജങ്ഷൻസും കറക്റ്റ് ആണ്, നിങ്ങൾക്ക് തോന്നി ഇതിൽ തെറ്റൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നോ എറർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. സ്പോട്ട് ദ എറർ എന്നാണ്, അതുകൊണ്ട് തെറ്റ് കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ടൈം അവിടെ പോവുകയാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ആ നോ എറർ ട്രാപ്പിൽ പെടരുത്. എന്തിനാ അവർ നോ എറർ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയുണ്ട്, അതും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവോയ്ഡ് സൗണ്ടിങ്. അവോയ്ഡ് സൗണ്ടിങ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ നല്ല കറക്റ്റ് സെന്റൻസ് ആണല്ലോ. ഇൻ ടോക്കിംഗ് ഇറ്റ്സ് ഓക്കെ. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ സ്പീക്കിങ്ങിൽ ഗ്രാമർ നോക്കണ്ട, എങ്ങനെ വേണമെങ്കിലും ഐഡിയ കൺവേ ചെയ്താൽ മതി എന്നുള്ള റൂളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇവിടെ ഗ്രാമാറ്റിക്കൽ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. സ്പീക്കിംഗ് ഗ്രാമർ പ്രധാനമല്ലെങ്കിൽ റൈറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രധാനം തന്നെയാണ്. അതില്ലാതെയൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോയിട്ട് ഒരു റൂളും അറിയാതെ എന്ത് വേണമെങ്കിൽ എഴുതാതെ കൺവേ ചെയ്താൽ പോരെ എന്നൊന്നും പറയാൻ പറ്റില്ല. അവോയ്ഡ് സൗണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിലും അതിൽ റൂളുകളൊക്കെ ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക ആൻസർ. ദ വെർബ് ഫസ്റ്റ് റൂൾ. ദ വെർബ് ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ എന്താ? ആ ഫസ്റ്റ് പോയിന്റ് ആണ്. ചെക്ക് ദ വെർബ്. 60% എറർ കമ്മിങ് ഹിയർ. ദ വെർബ് ഫസ്റ്റ് റൂൾ. വെർബിനെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. അത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, ടെൻസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, ഇതൊക്കെ പ്രധാനമാണ്. വെർബ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ടെൻസസ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ഈ ടോപ്പിക്കൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് സോഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഇവിടെയും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നും കൂടി നമുക്ക് ചേർക്കാം. ദ വെർബ് ഫസ്റ്റ് റൂൾ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്താ? ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണോ ആണെങ്കിൽ ഈ റൂൾ ആണോ ഫോളോ ചെയ്തിരിക്കുന്നത്. പാസീവ് വോയിസിലാണെങ്കിൽ റൂൾസ് വ്യത്യാസമുണ്ട്. ഒബ്ജക്റ്റ് ഫസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് ബി വെർബ് ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ് ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള റൂൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ടോ, ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ സെന്റൻസ് മനസ്സിലാക്കുക. ഇതും നമ്മുടെ ചാനലിലുണ്ട്, ആക്റ്റീവ് വോയിസ് ആയാലും പാസീവ് വോയിസ് ആയാലും. അതുകൊണ്ട് സ്പോട്ട് ദ എറർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദീസ് ടിപ്സ് യു ഹാവ് ടു റിമെമ്പർ.
ആൻഡ് ദെൻ പ്രിപ്പയർ യുവർ സെൽഫ്. ടീച്ചിങ് സെയിം ആയാലും ലേണിംഗ് വന്നിട്ട് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് അവർക്കത് മനസ്സിലാക്കാനുള്ള ആ ഒരു പവർ ഉള്ളത്. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് യുണീക്ക്, യു ആർ യുണീക്ക് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും യുണീക്ക് തന്നെ. അപ്പൊ മറ്റൊരാൾ ഫോളോ ചെയ്യുന്ന ഈ ടെക്നിക്ക് ഞാൻ ഫോളോ ചെയ്താൽ എനിക്കും വിജയിക്കാന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നു, ഓർമ്മ വെക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക.